നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നലെ വേൾഡ് മെഡിറ്റേഷൻ ഡേ ആയിരുന്നു. രാത്രി 8 മണിക്ക് നമ്മൾ ദാജിയുടെ കൂടെ ധ്യാനിച്ചു. വളരെ വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഒരു ധ്യാനവേള നമ്മളിൽ ഉണ്ടായിട്ടുള്ള ആ ഏകത്വ ബോധം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ. ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അതുതന്നെയാണ് കിങ്ഡം ഓഫ് ഹെവൻ. ദാജി ഇന്നലെ പറഞ്ഞത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് കിങ്ഡം ഓഫ് ഹെവൻ, സ്വർഗരാജ്യം. ഈശ്വരൻ അദ്ദേഹത്തിന് അഡ്രസ്സ് നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ദാജി പറഞ്ഞത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് അഡ്രസ്സ്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. അതാണ് ഈശ്വരൻ്റെ അഡ്രസ്സ്. നമ്മൾ ആ യഥാർത്ഥത്തിലുള്ള അഡ്രസ്സ് കണ്ടെത്താതെ എവിടേക്കോ അലഞ്ഞു തിരിഞ്ഞുകൊണ്ട് നടക്കുകയാണ്. കണ്ടെത്തേണ്ട ആവശ്യമില്ല. അതാണ് നമ്മുടെയും അഡ്രസ്സ്. നമ്മുടെ അഡ്രസ്സ് എന്താണ്? നമ്മുടെ അച്ഛൻ്റെ ഗ്രഹം, അതിനാണ് നമ്മുടെ അഡ്രസ്സ്. കെയർ ഓഫ് നമ്മൾ എഴുതില്ലേ, അതുപോലെ കെയർ ഓഫ് ഗോഡ് അല്ലെ കെയർ ഓഫ് മാസ്റ്റർ, അതാണ് നമ്മുടെ അഡ്രസ്സ്. അപ്പോൾ ആ ഒരു തരത്തിലേക്കുള്ള ഒരു മാറ്റം, അതാണ് യഥാർത്ഥത്തിൽ ആധ്യാത്മികത എന്ന് പറയുന്നത്. അത് എപ്പോഴും എപ്പോഴും ഓർമ്മ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അവിടെയാണ്. പിന്നെ എത്തിച്ചേരേണ്ട കാര്യമില്ല, അവിടെ ആയിരിക്കുകയാണ്, അവിടെ നിലനിൽക്കുകയാണ്. അതാണ് നമ്മുടെ സ്റ്റേറ്റ് ഓഫ് ബീയിങ്. അതുകൊണ്ടാണ് നമ്മൾ പ്രോസസ്സാണ് പ്രധാനം എന്ന് ഡിസ്കസ് ചെയ്തത്. നമ്മൾ പലപ്പോഴും ലക്ഷ്യം എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ യാത്രയിലുള്ള പല കാര്യങ്ങളും അവഗണിച്ചിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞ ഗുഡ് സമാരിറ്റൻ്റെ കഥ ഒരു ഉദാഹരണമാണ്. എല്ലാവരും അവരുടെ ഉദ്ദേശ സ്ഥലത്തേക്ക്, പള്ളിയിലേക്ക് അല്ലെങ്കിൽ ധ്യാനത്തിന് അല്ലെങ്കിൽ ജോലി സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴിയിൽ ഒരാൾ വയ്യാണ്ട് കിടക്കുകയാണ്.
അപ്പോൾ നമ്മൾ എത്തിച്ചേരേണ്ട സ്നേഹത്തിൻ്റെ സാമ്രാജ്യം ഉള്ളിലാണെന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മൾ അത് അപ്പോൾ തന്നെ കെയർ ചെയ്യും. അതാണ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. എപ്പോഴും നമ്മൾ ആ യഥാർത്ഥ സ്ട്രീമിലേക്ക് തന്നെ വരുന്നുണ്ട്, യഥാർത്ഥ സ്ട്രീമിൽ തന്നെ നിലനിൽക്കുന്നത് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിലുണ്ടാവണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ദിവ്യമായിട്ടുള്ള സാമ്രാജ്യം തന്നെയാണോ നമ്മൾ അഡ്രസ്സായിട്ട് എടുത്തിരിക്കുന്നത്. അതിനാണ് അഹിംസയുടെ സാമ്രാജ്യം, നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ സാമ്രാജ്യം. അഹിംസ ഇസ് മൈ ക്രീഡ് എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശരിയായിട്ടുള്ള സ്വഭാവം അത് തന്നെയാണ്. അപ്പോൾ ആ സ്വഭാവം മാനിഫെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ അവിടെ ഉറച്ചിട്ടില്ല. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ സമാധാനം കിട്ടുന്നു എന്ന് പറയുന്നു. ആ സമാധാനം ജീവിതത്തിൽ നമ്മൾ ഓരോ നിമിഷത്തിലും കൊണ്ടുവരികയാണെങ്കിൽ പിന്നെ സെപ്പറേറ്റ് ആയിട്ടൊരു മെഡിറ്റേഷൻ ആവശ്യമില്ല എന്ന് തന്നെയാണ് മാസ്റ്റേഴ്സ് പറയുന്നത്. അതിനാണ് നിരന്തര സ്മരണ എന്ന് പറയുന്നത്. നമ്മുടെ ശരിക്കുള്ള ആ അഡ്രസ്സ് നമ്മുടെ ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കും. പിന്നെ എന്തിനാ സെപ്പറേറ്റ് ഒരു മെഡിറ്റേഷൻ? എപ്പോഴും നമ്മൾ അവിടെ തന്നെയാണ്. കൂടുതൽ കൂടുതൽ ആഴത്തിൽ നമുക്കത് ബോധ്യം വരണം. അതുകൊണ്ടാണ് പ്രോസസ്സിൽ ശ്രദ്ധിക്കണം എന്ന് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ സമ്പ്രദായത്തിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സ്കൂളുകളിൽ അസംബ്ലിയിൽ ടീച്ചേഴ്സ് കറക്റ്റ് സമയത്തിന് വരണം, കുട്ടികൾ കറക്റ്റ് സമയത്തിന് വരണം, ദേശീയ ഗാനം പാടുന്നു, നാഷണൽ ആന്തം പാടുന്നു, പിന്നെ തോട്ട് ഫോർ ദി ഡേ, നല്ലൊരു തോട്ട് പറയുന്നു. നമ്മളെല്ലാവരും ഒന്നാണ്, ലോകത്തിലെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം ചർച്ച, നമ്മളെല്ലാവരും അതിൽ ഇൻവോൾവ് ആണെന്നുള്ള ബോധം. അങ്ങനെ ഒരു ഒരുമയുടെ ബോധത്തിൽ ഇറങ്ങുകയാണ്, സ്കൂളിൽ പഠിക്കാൻ പോകുന്നു, ലക്ഷ്യം മനസ്സിലാക്കിയിട്ട്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ ക്ലാസ്സിലേക്ക് പോയിട്ട് പിന്നെ ഈ ലക്ഷ്യം മറക്കുകയാണെങ്കിൽ എന്താണ് അർത്ഥം? അതുപോലെ തന്നെ അസംബ്ലിക്ക് പ്രാധാന്യം കൊടുക്കാതിരിക്കുന്ന കുട്ടികളുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. അസംബ്ലി കഴിഞ്ഞെത്തിയാലും കുഴപ്പമൊന്നുമില്ല, അതൊരു തെറ്റിദ്ധാരണയാണ്. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ രാവിലെ 8:30 എല്ലാ ദിവസവും ഒരു മെഡിറ്റേഷൻ നടത്തുന്നുണ്ട്. വളരെ കുറച്ച് പേരെ വരാറുള്ളൂ. മെഡിറ്റേഷന് ശേഷം ഒരു തോട്ട് ഫോർ ദ ഡേ, ഡെയിലി റിഫ്രഷൻ വായിക്കുന്നു. വലിയൊരു അനുഭവമാണ് യഥാർത്ഥത്തിൽ. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിൽ റെഗുലറായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും, അതിൻ്റെ മാറ്റങ്ങൾ ഉള്ളിൽ വരാൻ തുടങ്ങുന്നു. അവർ പ്രവൃത്തിയിൽ ആ ഡിഫറൻസ് കാണാൻ തുടങ്ങുന്നു. ഈ അടുത്ത് ഞങ്ങളുടെ വളരെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ ഹോസ്പിറ്റലിലെ രാഘവേട്ടൻ സഡനായിട്ട് പെട്ടെന്ന് ലോകം വിട്ടുപോയി. കഴിഞ്ഞ ആഴ്ചയാണ് സംഭവിച്ചത്. അത് പ്രതീക്ഷിച്ചില്ല. അദ്ദേഹം വളരെ റെഗുലറായിട്ട് ഈ ഒരു സാധനയിൽ, മോർണിംഗ് മെഡിറ്റേഷനിൽ കുറച്ച് കാലമായിട്ട് പങ്കെടുക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലെ മാറ്റവും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബോണ്ടിങ് ഫീൽ ചെയ്യാൻ തുടങ്ങുന്നു, ലക്ഷ്യബോധം ഫീൽ ചെയ്യാൻ തുടങ്ങുന്നു. അപ്പം അങ്ങനെയുള്ള വ്യക്തികളുടെ യാത്ര സംശയമില്ല എങ്ങോട്ടാണെന്നത്. കാരണം അവർ യാത്രയിൽ തന്നെയാണ്, അവർ അതിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പുറമേ കാണിക്കുന്നുണ്ടാവില്ല, പറയാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ അവർ ആ യാത്ര തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള ദിശയിൽ തന്നെയാണ്. അതാണ് സ്പിരിച്വാലിറ്റി. നമ്മളൊരു ലേബിൾ വെച്ചിട്ട് ഞാൻ ഇന്ന സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്, ഇതാണ് എൻ്റെ ഗുരുനാഥൻ, ഇതാണ് എൻ്റെ ദൈവം എന്ന് പറയുന്നതിന് അർത്ഥമില്ല. നമ്മളത് ഫോളോ ചെയ്യേണ്ട പ്രോസസ്സ് വീണ്ടും വീണ്ടും നമ്മുടെ യഥാർത്ഥ ആ ഫ്ലോയിലേക്ക് കണക്ട് ചെയ്യാൻ സഹജമാർഗത്തിൽ മാസ്റ്റർ പ്രാണാഹുതി നൽകിക്കൊണ്ടിരിക്കുന്നു. അതാണ് ശരിക്കുള്ള നമ്മുടെ എസെൻസ്. ശരിയായിട്ടുള്ള വഴി എന്താണ് എന്ന് നമുക്ക് കാണിച്ചു തരുന്നു. അപ്പോൾ നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴി തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശരിയായിട്ടുള്ള മാർഗത്തിലേക്ക് വരാൻ നമുക്കൊരു ഗൈഡൻസ് ആവശ്യമുണ്ട്. ഇപ്പോൾ GPS ഉണ്ട്, GPS പറയുന്നു ഇടത്തോട്ട് തിരികെ വലത്തോട്ട് തിരിച്ച്. ചിലപ്പോൾ GPS തെറ്റാറുണ്ട്. ശരിക്കും മാർഗം അറിയുന്ന ഒരു ഗൈഡ് നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ വഴി തെറ്റില്ല. ആ ഗൈഡാണ് പ്രാണാഹുതി. അതാണ് മാസ്റ്ററുടെ എസെൻസ്. ഇൻട്രോഡക്ടറി സെറ്റിങ്സ് ലഭിച്ചതിന് ശേഷം ആ ഫ്ലോ ആയിട്ട് കണക്ട് ചെയ്യപ്പെടുന്നു. എപ്പോൾ വേണമെങ്കിലും കണക്ട് ചെയ്ത് നമുക്ക് മനസ്സിലാവും ശരിയാണോ ഞാൻ പോകുന്ന ദിശ. അപ്പം അങ്ങനെ ക്രമേണ ആ ദിശയിൽ, ആ പാതയിൽ വന്നു ചേർന്ന് കഴിഞ്ഞാൽ ഇവിടെ നിന്നും പോകുന്നു വരുന്നു എന്നൊരു ചിന്ത തന്നെ ഇല്ലാണ്ടേ മാറുന്നു. മരണം എന്നുള്ള ഭയം തന്നെ ഇല്ലാണ്ടേ മാറുന്നു. കാരണം ആ ഫ്ലോ അതിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ട് ശരീരം മാറിക്കൊണ്ടിരിക്കുന്നു. ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇതാണ് സഹജമാർഗം വാഗ്ദാനം ചെയ്യുന്നത്.
ഇത് കുട്ടിക്കാലം മുതൽക്ക് തന്നെ തീർച്ചയായിട്ടും കൊണ്ടുവരാൻ സാധിക്കും. ഞാൻ സിറ്റിംഗ് എടുത്തു, ഞാൻ ഇത്ര കാലം മെഡിറ്റേഷൻ ചെയ്തു, ഇതൊന്നുമല്ല പ്രധാനം. ഞാൻ ആ പ്രോസസ്സിൽ പങ്കെടുക്കുന്നുണ്ടോ, ഞാൻ എത്രത്തോളം എൻ്റെ ജീവിതത്തിൽ ഡിസിപ്ലിൻഡ് ആവുന്നുണ്ട്. നമ്മൾ കൊണ്ടുവരുന്ന ഡിസിപ്ലിൻ, നമ്മൾ കൊണ്ടുവരുന്ന സത്യസന്ധതയും നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ സ്നേഹവും, മാനിഫെസ്റ്റ് ചെയ്യുന്ന സ്നേഹവും, അതുതന്നെയാണ് യഥാർത്ഥത്തിൽ ലക്ഷ്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ എത്തിച്ചേരേണ്ട വേറൊരു ലക്ഷ്യം ഒന്നുമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവരും ഒന്നുകൂടി ആഴത്തിൽ ഇതൊക്കെ ഇൻട്രോസ്പെക്റ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.